അത് നോർമൽ ഒരാൾക്ക് ചെയ്യാം. ജലദോഷമുള്ള ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജലദോഷം ഉള്ളത് അല്ലെങ്കിൽ ശിരസിൽ ഭയങ്കരമായിട്ട് ഇപ്പം ഈ മെനിഞ്ചൈറ്റീസ് ഉള്ള ഒരാൾക്ക് അത് പാടില്ല. അപ്പം അതൊക്കെ മാറിയതിന് ശേഷമുള്ള കഫദോഷത്തെ പുറത്തേക്ക് കളയാനാണ് അസ്യം പ്രയോജനം ചെയ്യുന്നത്. ഇപ്പം ചിലർക്ക് പറയും, ഇപ്പം നമ്മുടെ അടുത്ത് രോഗികൾ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായ തലവേദന എന്ന് പറയും. ഈ തലവേദന രണ്ട് രീതിയിൽ വരും. ഒന്ന് കഫദോഷം കൂടിയതുകൊണ്ട് വരാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ കൊണ്ട് വരാം. അപ്പം മൈഗ്രെയിൻ പല ടൈപ്പിലുണ്ട്. ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് മൈഗ്രെയിൻ വരാം, പിത്തദോഷം വല്ലാണ്ട് കൂടിയിട്ട് വരാം. ചിലർക്ക് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതെ വരുമ്പോൾ മൈഗ്രെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഉറക്കം ശരിയാകാതെ വന്നു കഴിഞ്ഞാലും മൈഗ്രെയിൻ ഉണ്ടാവും. അപ്പോൾ മൈഗ്രെയിൻ ശരിക്ക് ഈ കഫദോഷം കൊണ്ട് വരുന്ന ശിരോവേദനയും പിത്തദോഷം കൊണ്ട് സാധാരണ ഉള്ള ആൾക്കാർക്കെല്ലാം മൈഗ്രെയിൻ വരുന്നത് പിത്തദോഷം കൂടിയവർക്കാണ്. കാരണം മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവരെ,